നമസ്കാരം, ഞാൻ രശ്മി. ഇന്നത്തെ ബേക്കിംഗ് ക്ലാസ്സിൽ നിങ്ങൾ Q&A സെഷനിലും അല്ലാതെയൊക്കെ ചോദിച്ചിട്ടുള്ള കേക്കിനെ പറ്റിയുള്ള സംശയങ്ങൾക്കുള്ള മറുപടിയാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ സംശയം എന്താണെന്ന് വെച്ചാൽ കേക്കിൻ്റെ സെൻറ്റർ പോർഷൻ വേവുന്നില്ല, എന്തുകൊണ്ടാണെന്നുള്ളതാണ്. കേക്കിൻ്റെ സെൻറ്റർ പോർഷൻ വേവാതിരിക്കാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ടാവും കേട്ടോ. നമ്മളിപ്പം എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് തന്നെ എടുക്കണം. എല്ലാ ഇൻഗ്രീഡിയൻസും മെഷർമെൻറ്റ് കറക്റ്റായിട്ട് എടുക്കണം. അതായത് ഏത് റെസിപ്പിയാണോ ചെയ്യുന്നത് ആ റെസിപ്പിയിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ചെയ്യണം. പിന്നെ അടുത്തത് ഓവൻ സെറ്റപ്പ്. ഇപ്പോൾ ഓവൻ സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ കേക്കിൻ്റെ ട്രേയും ഓവൻ സെറ്റപ്പും തമ്മിലുള്ള ആ ഒരു അകലം അത് കുറച്ച് തീരെ കുറവാണെന്നുണ്ടെങ്കിൽ ആ ചൂട് പെട്ടെന്ന് സൈഡിൽ നിന്നും എല്ലാം അടിച്ച് പുറഭാഗമൊക്കെ പെട്ടെന്ന് അങ്ങ് ആവാനും ഭാഗത്തേക്ക് ചൂടെത്താതെ അത് വേവാൻ താമസിക്കുകയും ചെയ്യും. ഓവനിലാണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കുറച്ച് കൂടുതലായതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അത് പിന്നെ ഓരോ ഓവനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ നമ്മളത് എടുക്കുന്നതിന് മുമ്പ് സെൻട്രൽ പോർഷനിൽ ഒന്ന് കുത്തി നോക്കി, സ്ക്വയർ വെച്ച് കുത്തി നോക്കി വെന്തു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം എടുക്കുക. ഇപ്പോൾ ഓവൻ സെറ്റപ്പിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തുറന്നു നോക്കി പുറഭാഗത്തിൻ്റെ ഒക്കെ കളറൊക്കെ ഒന്ന് കുറച്ച് മാറി, എന്നാലും നടുഭാഗം വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീ സിമ്മിലേക്ക് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റും കൂടെ വെച്ച് വെക്കുക. അതിനുശേഷം മാത്രം എടുത്താൽ മതി. ഓവൻ സെറ്റപ്പ് ആണെങ്കിലും ഓവൻ ആണെങ്കിലും നമ്മൾ നന്നായിട്ട് പ്രീഹീറ്റ് ചെയ്ത് ആ ഒരു ചൂടുള്ള ടെമ്പറേച്ചറിലേക്ക് വേണം നമ്മൾ കേക്കിൻ്റെ ട്രേ ഇറക്കി വെച്ച് കൊടുക്കാനായിട്ട്. കാരണം ഒരേ ചൂടിലിരുന്ന് വേണം കേക്ക് ബേക്ക് ചെയ്യാൻ. നമ്മൾ സാധാരണ ആഹാര സാധനങ്ങളൊന്നും വേവുന്ന പോലെയല്ല. കേക്കിന്റെ ബാറ്ററിന് ആദ്യം മുതൽ അവസാനം വരെ ഒരേ ചൂടിലിരുന്ന് ആ ഒരു ചൂടിൽ അങ്ങനെ ഇരുന്ന് വേവണം. അപ്പോഴേ നമുക്ക് ആ കറക്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറും സോഫ്റ്റ്നെസ്സും ഒക്കെ കിട്ടുള്ളൂ. പിന്നെ ചോദിച്ചിരിക്കുന്നതാണ് കേക്ക് ടിന്നിന് ഇഞ്ച് എങ്ങനെയാണ് കണക്കാക്കുക എന്ന്. ഞാനത് മുമ്പേ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നതെങ്കിലും ഞാൻ ഒന്നുകൂടെ പറയാം. ഇപ്പൊ കേക്കിന്റെ ട്രേ ഇതാണെങ്കിൽ നമ്മളിപ്പം ഒരു സ്കെയിലോ അല്ലെങ്കിൽ മെഷർ ചെയ്യുന്ന ടേപ്പോ ഒക്കെ എടുത്തിട്ട് ഇതുപോലെ അടിഭാഗത്ത്, കേക്കിന്റെ ട്രേയുടെ അടിഭാഗത്താണ് ചെയ്യേണ്ടത്. അടിഭാഗത്ത് ഇതുപോലെ വെച്ച് ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് മെഷർമെന്റ് കിട്ടും. ഇതിപ്പോൾ ഒരു 7 ഇഞ്ച് വരുന്ന ട്രേ ആണ്. പിന്നെ ചോദിച്ചിരിക്കുന്ന സംശയമാണ് പൈപ്പിംഗ് ബാഗ് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഉപയോഗിക്കാമോ എന്നുള്ളത്. പൈപ്പിംഗ് ബാഗ് ഇപ്പം ഡിസ്പോസിബിൾ കിട്ടും, റീയൂസബിളും കിട്ടും. റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിയുള്ള ഒരു പ്ലാസ്റ്റിക് ഉള്ള ഒരു പൈപ്പിംഗ് ബാഗ് ആയിരിക്കും. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ആളാണ്, പക്ഷെ എനിക്കത് ഒട്ടും ഇഷ്ടമല്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി സൂക്ഷിക്കണം. അത് കഴിഞ്ഞ് കുറെ കഴിയുമ്പോഴത്തേക്ക് അതിന്റെ സൈഡ് ആ നോസിൽ വെക്കുന്ന ആ പോർഷനിലേക്ക് പതുക്കെ ചെറുതായിട്ടൊന്ന് കീറിയൊക്കെ വരാനൊക്കെ തുടങ്ങി. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഡിസ്പോസിബിൾ ആയിട്ടുള്ള തന്നെയാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ഡിസ്പോസിബിൾ ആയിട്ടുള്ള പൈപ്പിംഗ് ബാഗ് പിന്നെ ഉപയോഗിക്കാമോ എന്നാണ് ചോദിച്ചതെന്ന് തോന്നുന്നുണ്ട്. അതിപ്പം ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ പക്ഷെ ക്രീമാണ് എടുക്കുന്നത്. അത് നന്നായിട്ട് വാഷ് ചെയ്ത് ഉണക്കി സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ 2-3 പ്രാവശ്യമൊക്കെ എടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പിന്നെ ചോദിച്ചിരിക്കുന്നത് കേക്കിന്റെ ബേസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ എവിടെ വെക്കണം, ഫ്രിഡ്ജിൽ വെക്കണോ പുറത്ത് വെക്കണോ എന്നുള്ളതാണ്. കേക്കിന്റെ ബേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ തലേ ദിവസം നമ്മൾ കേക്കിന്റെ ബേസ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പുറത്ത് മാത്രം വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെക്കേണ്ടത് ഞാൻ കേക്കിന്റെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ കാണാത്ത ആരെങ്കിലും ആയിരിക്കും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പുറത്ത് വെച്ചാൽ മതി. ഇൻ കേസ് ഇനിയിപ്പോൾ നമ്മൾ കേക്ക് ബേസ് ചെയ്ത് വെച്ച് പിറ്റേ ദിവസം നമുക്ക് ക്രീം ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതെടുത്ത് ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കണം. കാരണം വെച്ചാൽ പുറത്ത് ഒരുപാട് ദിവസമൊന്നും ഇരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ അതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത കേക്കല്ലേ. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ എപ്പോൾ ക്രീം സെറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നോ അതിന് 1-2 മണിക്കൂർ മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ച് ആ ഒരു റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം മാത്രം കേക്ക് സെറ്റ് ചെയ്യുക. ആ ഒരു കറക്റ്റ് സോഫ്റ്റ്നെസ് വന്നതിന് ശേഷം മാത്രമേ കേക്ക് സെറ്റ് ചെയ്യുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ കേക്ക് കുറച്ച് ഹാർഡായി പോകാനൊക്കെ സാധ്യതയുണ്ട്. സെറ്റ് ചെയ്ത് കഴിയുമ്പം ഹാർഡാവുന്നു എന്ന് പറയുന്ന ചിലരുണ്ടല്ലോ. അങ്ങനെ സംഭവിക്കാനൊക്കെ ഉള്ള ഒരു കാരണം ഇതായിരിക്കും കേട്ടോ. പിന്നെ ഉള്ള ഒരു സംശയമാണ് കേക്ക് ലെയർ ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോകുന്നു എന്ന് പറയുന്നത്. കേക്ക് വളരെ തിന്നാവുമ്പോഴാണ് നമ്മൾ അത് ലെയർ ചെയ്തെടുക്കുമ്പം പൊട്ടിപ്പോകുന്നത്. അപ്പോൾ നമ്മൾ തിന്നാവാതിരിക്കണമെങ്കിൽ നമ്മുടെ കേക്കിന് കുറച്ച് അത്യാവശ്യം ഹൈറ്റ് ഉണ്ടായിരിക്കണം. ഹൈറ്റ് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ കേക്കിന്റെ ട്രേയുടെ സൈസ് കറക്റ്റ് ആയിരിക്കണം. കുറച്ച് ഹൈറ്റ് ഉള്ള ട്രേ, ഇപ്പോൾ 8 ഇഞ്ചിന്റെ 8 ഇഞ്ചിന്റെ ട്രേ അത്യാവശ്യം ഹൈറ്റിൽ തന്നെ കിട്ടും. പിന്നെ ഒത്തിരി അങ്ങ് തിക്ക് ലെയർ അല്ല ഞാൻ ചെയ്യാറുള്ളത്. ഒത്തിരി അങ്ങ് തിക്ക് ലെയർ കേക്ക് ചെയ്യുന്നതിലും എനിക്ക് പേഴ്സണലി ഇഷ്ടം കുറച്ചൊരു ചെറിയ ലെയർ തന്നെയാണ്. ലെയറിന്റെയും ആ ക്രീമിന്റെയും ഒക്കെ ആ ഒരു ഒരേപോലെ ഇരിക്കുന്നതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. അത് മാത്രമല്ല പുറത്തുനിന്നൊക്കെ നല്ല ബേക്കറിയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതും ഏകദേശം ആ ഒരു രീതിയിൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. പിന്നെ ചോദിച്ച ഒരു സംശയമാണ് കേക്ക് സോക്ക് ചെയ്യാനായിട്ട് മിൽക്ക് മിക്സ് ആണോ നല്ലത്, അതായത് ഷുഗർ സിറപ്പ് ആണോ നല്ലത് എന്നുള്ളത്. മിൽക്ക് മിക്സ് എന്ന് പറയുമ്പം മിൽക്കും കണ്ടൻസ്ഡ് മിൽക്കും വിപ്പിംഗ് ക്രീമും ഒക്കെ ചേർത്തിട്ടുള്ള അത് തന്നെ എന്തായാലും നല്ല ടേസ്റ്റിയാണ്. നമ്മൾ കേക്കിൽ എന്തായാലും അത് ഉപയോഗിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് വരുന്നത്. പക്ഷെ എല്ലാ കേക്കിനും നമുക്ക് ഈ ഒരു മിൽക്ക് മിക്സ് ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പൈനാപ്പിൾ കേക്ക്, അതിന് ഈ ഒരു മിൽക്ക് മിക്സ് ഒരു ചേരായി ഉണ്ടാവും. ഇതിപ്പോൾ വേറെ കിടക്കും ആ ഒരു ടേസ്റ്റ്.
പിന്നെ ചിലർക്ക് പാലൊന്നും കഴിക്കാതെ പാലിന്റെ ടേസ്റ്റ് ഒന്നും ഒട്ടും ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്കും ഈ ഒരു മിൽക്ക് മിക്സ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടുള്ളതില്ല. പിന്നെ പലരും ചോദിക്കുന്നത് ഈ വൈറ്റ് ഫോറസ്റ്റ് കേക്കില് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിലും ഒക്കെ മിൽക്ക് മിക്സ് ഉപയോഗിച്ചോട്ടെ എന്നതാണ്. ഉപയോഗിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മളിപ്പം സാധാരണ ഈ സെയിലൊക്കെ നടത്തുന്ന സമയത്ത് കസ്റ്റമേഴ്സിന് ആവശ്യം കൂടുതൽ പേരും ചോദിക്കുന്നത് വൈറ്റ് ഫോറസ്റ്റും ബ്ലാക്ക് ഫോറസ്റ്റും ഒക്കെയാണ്. അപ്പൊ അത് വാങ്ങിക്കുന്നത് ചിലപ്പോൾ നല്ലൊരു കേക്ക് കുറഞ്ഞ വിലയ്ക്ക് കഴിക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലായിരിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഒരു റേറ്റിൽ കൂടുതലായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്കത് അത്രയ്ക്ക് ലാഭകരമായിക്കൊള്ളണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് അതില് വൈറ്റ് ഫോറസ്റ്റിലും ബ്ലാക്ക് ഫോറസ്റ്റിലും ഒക്കെ വേണമെങ്കിൽ കസ്റ്റമേഴ്സിനോട് റേറ്റ് കൂടുതൽ വരും എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ചെയ്തു കൊടുക്കാം. എല്ലാം അല്ലെങ്കിൽ ഷുഗർ സിറപ്പ് തന്നെ മതി. ഷുഗർ സിറപ്പ് തന്നെ നല്ല ടേസ്റ്റ് അല്ലേ വൈറ്റ് ഫോറസ്റ്റിനും ബ്ലാക്ക് ഫോറസ്റ്റിനും ഒക്കെ. പിന്നെ ഉള്ള ഒരു സംശയമാണ് ഗണാഷ് കേക്കിന്റെ മുകളിൽ ഒഴിക്കുന്ന സമയത്ത് ഒലിച്ചു പോകുന്നു എന്നുള്ളത്. നമ്മളിപ്പോൾ ഗണാഷ് ഒഴിക്കുന്ന സമയത്ത് ആ ഒരു കറക്റ്റ് തിക്നെസ് അല്ല എന്നുണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പം ഒഴിക്കുന്ന ആ സമയത്തും അത് തണുത്ത് കഴിഞ്ഞിട്ടും ഗണാഷ് നല്ല ലൂസ് ആണെന്നുണ്ടെങ്കിൽ അത് ഒലിച്ചു പോകും. അത്യാവശ്യം തിക്നെസ് ഉണ്ടായിരിക്കണം. ഇളം ചൂടോടുകൂടി തന്നെ വേണം ഒഴിക്കാനായിട്ട്. പിന്നെ നമ്മൾ കേക്ക് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം വേണം ഒഴിക്കാനായിട്ട്. ഫ്രീസറിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിക്കണം. അത് 2 മണിക്കൂർ 1-2 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് തണുത്ത് നമ്മൾ കേക്കിന്റെ മുകളിൽ തൊട്ടാൽ കേക്ക് താണു പോകില്ല. അങ്ങനെ നല്ല തണുത്തിരിക്കുന്ന കേക്ക് ആയിരിക്കും. ആ കേക്കിന്റെ മുകളിലോട്ട് നമ്മൾ ഗണാഷ് അത്യാവശ്യം ഒരു ഇളം ചൂടോടുകൂടിയുള്ള ഗണാഷ് ഒഴിക്കുമ്പോഴത്തേക്കും ആ ഒരു തണുപ്പ് കൊണ്ട് ഗണാഷ് അവിടെ തന്നെ പിടിച്ചിരിക്കാനൊരു സാധ്യതയുണ്ട്. പിന്നെ എന്നാലും പുറമെ ഒഴിക്കുന്നത് കുറച്ചങ്ങ് ഒലിച്ചു പോകും. ഒലിച്ചു പോയി കഴിയുമ്പോൾ നമ്മൾ ആ സൈഡിൽ നിന്നെല്ലാം അതങ്ങ് സ്ക്രേപ്പ് ചെയ്ത് കളഞ്ഞ് വെച്ച് പെട്ടെന്ന് തന്നെ അങ്ങ് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കണം. ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത്തേക്കും അതൊന്നുകൂടെ ഒന്ന് തിക്കായിക്കോളും. അതിന് പുറത്ത് ഒരുപാട് സമയം വെച്ച് കഴിഞ്ഞാൽ കുറേ സമയം കഴിയുമ്പോഴത്തേക്കും അങ്ങ് ഒലിച്ചു പോകും. പിന്നെ നമ്മൾ ഈ എടുക്കുന്ന പ്രൊപ്പോർഷൻ സാധാരണ ഡാർക്ക് കോമ്പൗണ്ട് ആണെന്നുണ്ടെങ്കിൽ 1:1 റേഷ്യോയിൽ തന്നെയാണ് എടുക്കുന്നത്. വൈറ്റ് കോമ്പൗണ്ട് ആണെങ്കിലും 1:1 റേഷ്യോയിൽ എടുക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷെ ചില വൈറ്റ് കോമ്പൗണ്ട് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ക്രീമിന്റെ അളവ് കുറച്ചൊന്ന് കുറച്ചിട്ട് എടുക്കുക. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരില്ല. ക്രീമിന് പകരം വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നതെങ്കിൽ അളവ് കുറച്ചിട്ട് വേണം എടുക്കാനായിട്ട്. കാരണം നമ്മളിപ്പോൾ ചൂടാക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. വിപ്പിംഗ് ക്രീമാണ് ചൂടാക്കുന്നതെങ്കിൽ കൂടുതൽ ചൂടാകുമ്പോഴത്തേക്കും നല്ലപോലെ വെള്ളം പോലെ പാലിനെ കഴിഞ്ഞ് ഇച്ചിരി കൂടെ കട്ടി ഉണ്ടാവുന്നേ ഉള്ളൂ. അതേസമയത്ത് ഫ്രഷ് ക്രീം ആണെന്നുണ്ടെങ്കിൽ ആ ഒരു തിക്നെസ് ഉണ്ടാവും, കുറച്ചുകൂടെ ഒരു തിക്നെസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ക്രീമിന്റെയും കോമ്പൗണ്ടിന്റെ അല്ലെങ്കിൽ ചോക്ലേറ്റിന്റെയും ആ ഒരു പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. നമ്മളിപ്പോൾ ഇത് എടുത്ത് ഒഴിക്കാൻ നേരത്തും ഇത് നല്ല ലൂസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഡാർക്ക് കോമ്പൗണ്ട് അല്ലെങ്കിൽ വൈറ്റ് കോമ്പൗണ്ട് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി കഴിയുമ്പോൾ അത് കുറച്ചുകൂടെ തിക്കായി തന്നെ കിട്ടും. എന്നിട്ട് ഒഴിക്കുന്ന സമയത്ത് നമ്മളൊന്ന് നോക്കാം, ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മൾ കേക്കിന്റെ മുകളിൽ ഒഴിക്കേണ്ടത്. ഒഴുകി പോകണം, എന്നാൽ അതേ സമയത്ത് ഒരുപാടങ്ങ് ഒളിച്ചങ്ങ് പോവുകയും ചെയ്യരുത്. അങ്ങനെ ഉണ്ടായാൽ മതി. പിന്നെ ചോദിച്ച ഒരു സംശയമാണ്, വിസ്ക് വെച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കേക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? എന്താ സംശയം? നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു സംശയം ചോദിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊരു മെസ്സേജ് വന്നത്, ഒരു വിസ്കിന്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ട്. ചേച്ചി ഞാൻ ഈ വിസ്കാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ വിസ്കിന്റെ ഫോട്ടോയും കേക്കിന്റെ ഫോട്ടോയും കാണിക്കട്ടെ. ഇത് അവര് കമ്പിയൊക്കെ വളച്ചു വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു വിസ്കും അതുകൊണ്ട് ഉണ്ടാക്കിയ കേക്കുമാണ്. ആദ്യമായിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് ഡെക്കറേഷൻ ഒന്നും അത്രയ്ക്ക് പെർഫെക്റ്റ് ഒന്നും ആയിക്കൊള്ളതൊന്നുമില്ല. എന്നാലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ക്രീമൊക്കെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഉണ്ടാക്കാട്ടോ. ഓൾറെഡി വിസ്ക് വെച്ചിട്ട് എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്രീം വിപ്പ് ചെയ്യാം എന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് ബേക്കിംഗ് ക്ലാസ്സിൽ. അപ്പൊ അതൊന്ന് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്രീം വിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. പിന്നെ വേറൊരു കാര്യം, ഉപയോഗിക്കുന്ന ക്രീമാണ് കേട്ടോ. വിപ്പിംഗ് ക്രീം ഇപ്പോൾ പല കമ്പനികളുടെ ഇറങ്ങുന്നുണ്ട്. ഫിയോണ, ട്രോപ്പോലൈറ്റ്, വിവോ, റിച്ച് ഗോൾഡ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടും അത്യാവശ്യം നല്ല തിക്കായിട്ടും എനിക്ക് കിട്ടിയിട്ടുള്ളത് ഫിയോണയും ട്രോപ്പോലൈറ്റും തന്നെയാണ്. അപ്പൊ റിച്ചിന്റെ ക്രീമൊക്കെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. റിച്ച് ഗോൾഡ് ഒക്കെ നല്ല ടേസ്റ്റിയാണ്. പക്ഷെ അത് തിക്കായി കിട്ടാൻ ഇച്ചിരി പാടാണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. എല്ലാ പറഞ്ഞ ക്രീമുകളൊക്കെ ട്രൈ ചെയ്തതാണ്. പക്ഷെ എനിക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ട ടേസ്റ്റും നല്ല സ്റ്റിഫായിട്ടും ഒക്കെ കിട്ടുന്നത് ഈ ഫിയോണയുടെ ക്രീമും ട്രോപ്പോലൈറ്റും കിട്ടിയിട്ടുണ്ട്. പിന്നെ ചോദിച്ചിട്ടുള്ള സംശയമാണ്, കേക്ക് ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരാനും നല്ല സോഫ്റ്റ് ആവാനും ഒക്കെ ആയിട്ടുള്ള ടിപ്പ് എന്താണെന്നൊക്കെയാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാൻ ഈ ഒരു കാര്യം തന്നെ പല ബേക്കിംഗ് ക്ലാസ്സുകളിലും അല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കുന്നതിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് കൂടുതൽ ഹൈറ്റുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള കേക്കാണ് വേണ്ടതെങ്കിൽ എഗ് വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്തിട്ട് ചെയ്യുക. അതാകുമ്പോൾ കുറച്ചുകൂടെ നല്ല ഹൈറ്റിലും കിട്ടും, നല്ല ഒരു ഫ്ലഫി ആയിട്ടിരിക്കും. പക്ഷെ എനിക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ള രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോഴാണ്. മറ്റേത് കുറച്ചൊരു കേക്ക് മാത്രമായിട്ട് കഴിക്കാനൊക്കെ നല്ല സോഫ്റ്റ് ആണ്, നല്ല ടേസ്റ്റി ഒക്കെ നല്ല സോഫ്റ്റ് ഒക്കെയാണ്. പക്ഷെ
എന്തോ ക്രീം ചെയ്യാനായിട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടം ഈ ഒരു 2 എഗ് വൈറ്റും യോക്കും കൂടെ ഒരുമിച്ച് ചെയ്തിട്ട് ചെയ്യുമ്പോഴാണ് ആ ഒരു നമ്മുടെ ഷുഗർ സിറപ്പൊക്കെ സോക്ക് ചെയ്തിട്ടൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ആ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മൈദ, അപ്പോൾ നമ്മളിപ്പോൾ പാക്കറ്റിൽ വാങ്ങിക്കുന്നതായാലും അല്ലാന്നുണ്ടെങ്കിൽ ബ്രാൻഡഡ് ആയിട്ടുള്ളതാണെങ്കിലും നല്ല മൈദ ആയിരിക്കണം. പശിമ കൂടുതലുള്ള മൈദയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ ചോദിച്ചിട്ടാണ് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ എന്തൊക്കെയാണ് യൂസ് ചെയ്യാറെന്ന്. കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ നമ്മളിപ്പോൾ ഓരോ കേക്ക് വീഡിയോയിലും കാണിക്കുന്ന ടൂൾസ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഒരുപാട് ടൂൾസ് ഒന്നുമില്ല, വീട്ടിലുള്ള സാധനങ്ങളും പിന്നെ കുറച്ച് 1-2 അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന കേക്കുകളാണ് നമ്മുടെ എല്ലാ കേക്കുകളും. പിന്നെ ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ചോക്ലേറ്റ് അല്ലെങ്കിൽ ഡാർക്ക് കോമ്പൗണ്ട് ഒക്കെ മെൽറ്റ് ചെയ്തിട്ട് പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കുന്ന സമയത്ത് ഫ്ലോയിങ് കൺസിസ്റ്റൻസി കിട്ടുന്നില്ല, തിക്കായി പോകുന്നു, അത് കറക്റ്റായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ. അത് നമ്മളിപ്പം ഡാർക്ക് കോമ്പൗണ്ട് ആയാലും ചോക്ലേറ്റ് ആയാലും മെൽറ്റ് ചെയ്ത സമയത്ത് മെൽറ്റ് ചെയ്ത് ശകലം ഒന്ന് ആ ഒരു ഭയങ്കരമായിട്ടുള്ള ആ ചൂടൊന്ന് മാറിയതിന് ശേഷം പൈപ്പിംഗ് ബാഗിലേക്ക് അല്ലെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ള കോണില്ലേ അതിനകത്തോട്ടൊക്കെ ഒഴിച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ. ഒരുപാട് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്താൽ അത് പെട്ടെന്ന് തിക്കായി പോകും. പിന്നെ അത് പൈപ്പിംഗ് ബാഗിൽ ഇരുന്നാലും അത് പെട്ടെന്ന് തന്നെ തിക്കായി പോകും. ഇൻ കേസ് ഇനി ആ കുറച്ച് തിക്കായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയിട്ട് അതൊന്നൊരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിലായതിനു ശേഷം പൈപ്പിംഗ് ബാഗിലേക്ക് ഒഴിച്ചിട്ട് ചെയ്യാം. പിന്നെ ചോദിച്ചിട്ടുള്ള ഒരു സംശയമാണ് കേക്ക് വേവാൻ വേണ്ടി കൂടുതൽ ടൈം എടുക്കുന്നു എന്നുള്ളത്. ഓവൻ സെറ്റപ്പിന്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ അടപ്പ് കറക്റ്റ് ഫിറ്റ് ആവാത്തതുകൊണ്ടാണ് കേട്ടോ. അടപ്പ് കറക്റ്റായിട്ട് ഫിറ്റ് ആവണം. ഫിറ്റ് ആവുന്ന അടപ്പ് തന്നെ വാങ്ങിക്കണം. ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ നല്ല വെയിറ്റ് എന്തെങ്കിലും എടുത്ത് വെച്ച് അടപ്പ് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഇരിക്കണം. ആ അടപ്പ് ഒട്ടും തന്നെ ചൂട് പുറത്തോട്ട് പോവാതെ ആ ചൂട് മുഴുവനായിട്ടും ആ പാത്രത്തിന്റെ ഉള്ളിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കണം. എന്നിട്ട് ആ ചൂടിൽ ഇരുന്നിട്ട് കേക്ക് ആകുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമ്മൾ പറയുന്ന അതേ ടൈമിൽ തന്നെ നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാനും പറ്റും. പിന്നെ ചോദിച്ച സംശയമാണ് ബേക്കിംഗ് പൗഡർ ഡബിൾ ആക്ടിംഗ് ആണോ സിംഗിൾ ആക്ടിംഗ് ആണോ വേണ്ടത് ഏതാണെന്നുള്ളത്. ഞാൻ മുമ്പേ പറഞ്ഞതാണ്. കേക്ക് ബേക്കിംഗ് പൗഡർ നമ്മളിപ്പോൾ കടയിൽ പോയി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡബിൾ ആക്ടിംഗ് തന്നെ വാങ്ങിക്കാൻ കിട്ടുള്ളൂ. സിംഗിൾ ആക്ടിംഗ് അല്ല നമുക്ക് ഈ ഷോപ്പിലൊന്നും അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കത് അതിൻ്റെ ബോട്ടിൽ അല്ലെങ്കിൽ പാക്കറ്റിൽ മുകളിൽ നോക്കിയാൽ കാണാൻ പറ്റും. അതിൽ എഴുതിയിട്ടുണ്ടാവും ഡബിൾ ആക്ടിംഗ്, അടിയിൽ എഴുതിയിട്ടുണ്ടാവും. പിന്നെ കേക്ക് ഒരുപാട് ഓർഡർ ഉണ്ട്. 6 കേക്ക് കൊടുക്കാനുണ്ട്. അപ്പം എന്താണ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 6 കേക്കൊക്കെ ഒരു ദിവസം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് തന്നെയായാലും നമ്മൾ തലേ ദിവസം തന്നെ കേക്കിന്റെ ബേസ് ചെയ്ത് വെക്കുക. 6 ബേസും നമുക്ക് തലേ ദിവസം ചെയ്ത് വെക്കാം. ഇപ്പം പിറ്റേ ദിവസം രാവിലെ ഓരോ സമയത്തൊക്കെ ആയിരിക്കുമല്ലോ കേക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ രാവിലെയൊക്കെ കൊടുക്കേണ്ട കേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് തലേ ദിവസം വൈകുന്നേരം തന്നെ അപ്പോൾ ഒരു 2-3 കേക്ക് നമുക്ക് ചെയ്ത് സെറ്റൊക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ അതിനുള്ള സ്ഥലമൊക്കെ ഒരുക്കി വെക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം നമുക്ക്. കാരണം എന്ന് വെച്ചാൽ നമ്മളിത് കേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് പുറത്ത് വെക്കരുത്. ഫ്രിഡ്ജിൽ വെച്ച് ആ തണുപ്പിൽ തന്നെ ഇരിക്കണം. അപ്പോൾ നമുക്കത് തലേ ദിവസം വൈകുന്നേരമൊക്കെ 3 കേക്കോ 2-3 കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. പിറ്റേ ദിവസം ബാക്കിയുള്ള കേക്കുകളൊക്കെ സെറ്റ് ചെയ്ത് ഓരോ സമയമായിട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് കൂടുതൽ എൻജോയ് ചെയ്തൊക്കെ ചെയ്യുന്ന സമയത്ത് അതൊരു വലിയൊരു പ്രശ്നമായിട്ട് തോന്നില്ല. സന്തോഷത്തോടു കൂടി ചെയ്യാം. അപ്പോൾ നമുക്ക് കേക്ക് നന്നാവും, നമുക്കും സന്തോഷമായിരിക്കും. പിന്നെ ചോദിച്ചിട്ടുള്ള ഒരു സംശയമാണ് ഓവൻ സെറ്റപ്പിൽ കരിഞ്ഞ സ്മെല്ല് വരുന്നത് എന്തുകൊണ്ടാണെന്ന്. പ്രീഹീറ്റ് ചെയ്യുന്ന സമയത്തും കരിഞ്ഞ സ്മെല്ല് വരുന്നുണ്ട് എന്തുകൊണ്ടാണെന്നാണ്. ഇങ്ങനെ ഒരു കരിഞ്ഞ സ്മെല്ലൊന്നും വരില്ല. നല്ല വൃത്തിയുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും എണ്ണമഴുക്കോ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ അതിൽ വെക്കുമ്പോഴത്തേക്കും പുക വരാനും കരിഞ്ഞ് പിടിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. ഒരു അഴുക്കും ഒന്നുമില്ലാതെ നല്ല വൃത്തിയായിട്ടുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കരിഞ്ഞ സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ ഉപ്പിടേണ്ട ആവശ്യം പോലും ഇല്ല എങ്കിൽ പോലും നല്ല ചൂട് ഇങ്ങനെ ഇരിക്കും, നല്ലാതെ ഒരു പുകയോ കരിയലോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഈ കേക്ക് വേക്കാനായിട്ടുള്ള ഒരു ഓവൻ സെറ്റപ്പ് നമ്മളത് അതിനുവേണ്ടി തന്നെ അങ്ങ് മാറ്റി വെച്ചേക്കാണ്. പിന്നെ ചോദിച്ചിട്ടുള്ള ഒരു സംശയമാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്ന സമയത്ത് ഫോൾഡ് ചെയ്യണം എന്നല്ലേ ചേച്ചി പറഞ്ഞിട്ടുള്ളത്. മിക്സിയിൽ ഒരുമിച്ച് അടിച്ചാൽ ശരിയാകുമോ എന്ന്. അതിപ്പം നമ്മളിപ്പോൾ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പം മിക്സിയിൽ ചെയ്യുകയാണെങ്കിലും ബീറ്റർ കൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും മൈദയുടെ മിക്സ് ഇട്ടിട്ട് അധികം അങ്ങോട്ട് ഇളക്കരുത്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് എങ്ങനെ ചെയ്യണം എന്നറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കണം എന്ന് പറഞ്ഞാൽ പതുക്കെ ചെയ്യാവുള്ളൂ. ഒരുപാട് മിക്സ് ചെയ്യാനേ പാടില്ല. അതേസമയത്ത് കുറച്ചൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ടുണ്ടെങ്കിലും നമുക്ക് ജസ്റ്റ് ആ ബീറ്റർ വെച്ച് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ആദ്യമായിട്ട്
ചെയ്യുന്നവർ അങ്ങനെയൊക്കെ ചിലപ്പോൾ ചെയ്യുന്ന സമയത്ത് പ്രശ്നം പറ്റാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് എടുത്ത് ഫോൾഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. അതേപോലെ ഇപ്പോൾ മിക്സിയിലാണെങ്കിലും ആ പ്രസ് ബട്ടൺ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ പ്രസ് ബട്ടന്റെ കാര്യം പറഞ്ഞപ്പോൾ ആരോ പ്രസ് ബട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രസ് ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മിക്സിയിൽ ഇപ്പം എല്ലാ മിക്സിയിലും ഉണ്ടാവും ഒരു വട്ടത്തിലുള്ള ഒരു ബട്ടൺ. അതേപോലെ ചില മിക്സിയിലൊക്കെ ഇങ്ങനെ ബട്ടൺ ഉണ്ടാവില്ല, അതിന് പകരം ആ നോബ് തന്നെ നമ്മളിപ്പോൾ മിക്സിയുടെ ആ നോബ് തന്നെ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലോട്ട് കറക്കുക, അങ്ങനെ ഒരു ഇതുണ്ടാവും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെ പ്രസ് ബട്ടൺ വെച്ച് 2-3 പ്രാവശ്യം ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഒരുപാട് അങ്ങ് ഓവർ മിക്സിങ് ആയി പോകില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ആയി കിട്ടുകയുള്ളൂ. അത് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് മാത്രമല്ല മിക്കവാറും എല്ലാവർക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇപ്പം ഓവനും ബീറ്ററും ഒന്നും എല്ലാവരുടെ അടുത്തൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ അവർക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ചോദിച്ചിരിക്കുന്നത് കേക്ക് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഹാർഡ് ആവുന്നു. ഇത് ഞാൻ ഓൾറെഡി ബേക്കിംഗ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതൊന്ന് കണ്ടു നോക്കുക, മറ്റുള്ള വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കാൻ പറ്റും. കേക്ക് സെറ്റ് ചെയ്യുമ്പോഴും ആദ്യവും കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാലും സെറ്റ് ചെയ്താലും ഒക്കെ നല്ല സോഫ്റ്റ് നല്ല ജ്യൂസി ആയിട്ടുള്ള കേക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും. എല്ലാ കാര്യങ്ങളും അത് അതേപടി ഫോളോ ചെയ്യണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം എന്നോട് ഇങ്ങോട്ട് തന്നെ പലരും പറയുന്നതാണ്, ഞാൻ ചേച്ചി വെച്ച് പറഞ്ഞ പോലെ തന്നെ ചെയ്തുകൊണ്ട് എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല കേട്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ചോദിച്ച ഒരു സംശയമാണ് വിപ്പിംഗ് ക്രീമിൽ കളർ ചേർക്കുന്ന സമയത്ത് ലൂസായി പോകണോ എന്നുള്ളത്. വിപ്പിംഗ് ക്രീമിൽ ലിക്വിഡ് കളർ അല്ല ചേർക്കേണ്ടത്, നമ്മളിപ്പം ലിക്വിഡ് ജെൽ കളറാണ്. ജെൽ കളർ ആവുന്ന സമയത്ത് ലൂസാവില്ല. പിന്നെ ആദ്യമേ ഒഴിക്കേണ്ട, നല്ല തിക്കായതിനു ശേഷം മാത്രം ഈ ജെൽ കളർ ഒഴിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്യുന്നതിലും നല്ലത് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പം അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇതുവരെയ്ക്കും എനിക്ക് വന്നിട്ടില്ല, അങ്ങനെയൊന്നും വരില്ല. അത് ലിക്വിഡ് കളർ ആകുമ്പോൾ ചിലപ്പോൾ കുറച്ച് ലൂസാവാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ ചോദിച്ചിരിക്കുന്നത് ചോക്ലേറ്റ് എങ്ങനെയാണ് ഗ്രേറ്റ് ചെയ്യുന്നതെന്നാണ്. ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്യുന്ന സാധാരണ ഞാനത് ഈ ഒരു പീലർ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുക. ഇതിനിപ്പോൾ എത്ര 25 രൂപയോ 30 രൂപയോ അങ്ങനെ എന്തേ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അത് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന സംഭവമല്ലേ. പിന്നെ അതുപോലെ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ ജർമ്മൻ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന്റെ അതിൽ കുറച്ച് പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ചേച്ചി ഇങ്ങനെയാണോ ജർമ്മൻ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കുന്നത് എന്ന്. അത് എന്നെ ക്രിട്ടിസൈസ് ചെയ്ത് ചോദിച്ചതൊന്നുമല്ല, അവരുടെ ആ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചതാണ്. അതിന് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് തോന്നിയോണ്ടാണെന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ ഒത്തന്റിക് ആയിട്ടുള്ള ജർമ്മൻ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് എന്ന് പറഞ്ഞാൽ അതിൽ ഉപയോഗിക്കുന്നത് ലിക്കർ, ചെറി, ചോക്ലേറ്റ്, ഇത് മൂന്നുമാണ് നമ്മുടെ സാധാരണ ഒത്തന്റിക് ആയിട്ടുള്ള ജർമ്മൻ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അതതിന്റെ ഫില്ലിങ്ങും ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ലിക്കർ എന്ന് പറയുന്നത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, എല്ലാവർക്കും ഒന്നും കഴിക്കാൻ പറ്റില്ല. പിന്നെ കുട്ടികളാണ്, നമ്മുടെ കൊച്ചുമക്കളാണ് കേക്കൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ലിക്കർ പോർഷൻ അവോയ്ഡ് ചെയ്ത് ബാക്കിയെല്ലാം അത് അതേപടി തന്നെ ഉപയോഗിച്ചിട്ടുള്ളത്. അത് എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ ഉണ്ടാക്കിയതാണ്. ഒരുപാട് ചിലവും ഇല്ല, എന്നാൽ നല്ല ടേസ്റ്റുള്ള ഒരു കേക്ക് തന്നെയാണ് കേട്ടോ ജർമ്മൻ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്. അപ്പൊ ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്നതെല്ലാം ഞാൻ ചെയ്ത് നോക്കി എനിക്ക് എൻ്റെതായിട്ടുള്ള രീതിയിലാണ് എല്ലാ കേക്കുകളും ഉണ്ടാക്കുന്നത്. ഇപ്പൊ സാധാരണ റെയിൻബോ കേക്ക് ഉണ്ടായിക്കൊണ്ടിരുന്ന ഓരോ കേക്കുകളും സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് ബാറ്റർ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടൊക്കെ അത് ഉണ്ടായിക്കൊണ്ടിരുന്ന എല്ലാവരും. എനിക്കും പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടല്ലേ, എനിക്കിങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടാനൊന്നും ഇഷ്ടമല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. ഇങ്ങനെ അവസാനം കുറച്ച് വിനീഗറൊക്കെ ഒഴിച്ച് റെഡിയാക്കി ഒന്ന് വെച്ച് നോക്കിയപ്പം എല്ലാ കേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടി. അപ്പൊ അങ്ങനെ നല്ല സോഫ്റ്റ് ആയപ്പോഴാണ് ഞാൻ അതിന്റെ വീഡിയോ ചെയ്തിട്ടത്. അപ്പൊ അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് കിട്ടും. അതേപോലെ തന്നെ അതിൽ തന്നെ കളേഴ്സിന്റെ കാര്യം, പലരും എല്ലാ കളറും വാങ്ങിച്ചു വെക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ റെയിൻബോ കേക്ക് ഉണ്ടാക്കാനായിട്ട് എല്ലാ കളറിന്റെ ആവശ്യമില്ല. അതുപോലെ ഞാൻ ഈ കളർ മിക്സ് ചെയ്തപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ വിചാരിച്ച ആ കളറൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആകെ 3 കളറിന്റെ ആവശ്യമുള്ളൂ. ഈ 3 കളർ വെച്ച് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് റെയിൻബോ കേക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത്. അത് ഒത്തന്റിക് ആയിട്ടുള്ള ഒരു വഴി കൂടെ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല, ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിലൊക്കെ ഓരോന്നൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും വരുത്താറില്ല കേട്ടോ. ടേസ്റ്റ് കുറവാകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് ഉപേക്ഷിക്കാറാണ്. പിന്നെ ഉള്ള ഒരു കാര്യമാണ്, സംശയമല്ല, കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കര ടെൻഷനാണ്. ടെൻഷൻ ആയതുകൊണ്ട് കേക്ക് ഉണ്ടാക്കുന്ന ഒന്നും ശരിയാവുന്നില്ല. ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ ശരിയായിരുന്നു, ഇപ്പൊ ടെൻഷൻ കൂടിയിട്ട് കേക്ക് ഉണ്ടാക്കുന്നത് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു കാര്യം മുമ്പേ പറഞ്ഞിട്ടുണ്ട്. കേക്ക് ഉണ്ടാക്കുമ്പോൾ മാത്രമല്ല, എന്ത് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ ടെൻഷൻ കയറി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സക്സസ് ആവില്ല, നമുക്ക് ശരിയാവുകയില്ല എന്താ ചെയ്താലും. അപ്പൊ എനിക്ക് ടെൻഷൻ കയറിയാൽ കേക്ക് ശരിയാവില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി, അത് തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമില്ല. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പൊ അതുകൊണ്ട് ആ ഒരു ടെൻഷൻ വന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, അതങ്ങ് മാറ്റിവെക്കാൻ പറ്റും നമുക്ക്. അതിന് വേണ്ട ടെക്നിക്കുകൾ എന്തെങ്കിലുമൊക്കെ നമ്മളൊന്ന് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ മാറ്റിവെക്കാം.
അപ്പൊ അതിനുള്ള ടിപ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്നാണ് കേട്ടോ ചോദിച്ചത്. അപ്പൊ അതിന് എനിക്ക് അറിയാവുന്ന ഒരു കാര്യം ഞാൻ പറയാം. ബ്രീത്തിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടെൻഷൻ മാറ്റാനായിട്ട് നന്നായിട്ട് സാധിക്കും കേട്ടോ. അതിപ്പോ കേക്ക് ബേക്ക് ചെയ്യാൻ മാത്രമല്ല, അല്ലാതെ ഇപ്പൊ നമ്മളിപ്പോ എന്ത് കാര്യം ചെയ്യാനാണെങ്കിലും, ഇപ്പൊ എക്സാമിന് പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് പോകുമ്പോഴാണെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ബ്രീത്തിങ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പോ നന്നായിട്ട് ശ്വാസം വലിച്ച് ഉള്ളിലേക്ക് കയറ്റി പതുക്കെ ശ്വാസം പുറത്തോട്ട് വിടുക. അപ്പൊ നമ്മൾ ആ ഉള്ളിലേക്ക് കയറ്റുന്ന ശ്വാസം നിറഞ്ഞ് വയറങ്ങ് വീർത്ത് വരണം. അതാണ് കറക്റ്റ് ബ്രീത്തിങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കൊച്ചു കുട്ടികളൊക്കെ ബ്രീത്ത് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൊച്ചു കുട്ടികളെന്ന് പറയുമ്പോൾ എണീറ്റ് നടക്കുന്ന കുട്ടികളല്ല, കമന്ന് കിടക്കുന്നതിന് മുമ്പുള്ള ഒരു പ്രായമുണ്ടല്ലോ. ആ ഒരു സമയത്ത് കൊച്ചു കുട്ടികൾ ഉറങ്ങുമ്പോൾ സമയത്ത് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും കുട്ടികളുടെ വയറിങ്ങനെ പൊങ്ങുന്നത്, ശ്വാസം വലിക്കുന്നത് സമയത്ത് വയറ് പൊങ്ങി താഴ്ന്നത് കണ്ടിട്ടുണ്ടാവും. അത് കറക്റ്റ് ബ്രീത്തിങ്, അവരുടെയാണ് കറക്റ്റ് ബ്രീത്തിങ്. അത് കഴിഞ്ഞാണ് നമ്മളൊക്കെ ഇങ്ങനെ ബ്രീത്തിങ് ഒന്നും അറിയാത്തൊരു പരുവത്തിലേക്ക് വന്നത്. ആ കൊച്ചു കുട്ടികൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ബ്രീത്തിങ് അറിയാം. അവർ ആ കറക്റ്റ് ബ്രീത്തിങ് ആണ് ചെയ്യുന്നത്. അതേ ബ്രീത്തിങ് ആണ് നമ്മൾ ചെയ്യേണ്ടത് ശരിക്കും. ആ ബ്രീത്തിങ് ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷന് വളരെയധികം റിലീഫ് ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പം കേക്കിൻ്റെ കാര്യം തന്നെ ഞാൻ പറയാം. ബേക്ക് ചെയ്യാനായിട്ട് അടുക്കളയിൽ കയറുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക, ബ്രീത്ത് ചെയ്ത് വയറ് ഫുള്ളായിട്ട് നിറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പതുക്കെ പുറത്തോട്ട് വരും. ഇപ്പം അടുക്കളയിലാവുമ്പോൾ ആരും ഉണ്ടാവില്ലല്ലോ. അപ്പൊ നമ്മൾ വായിൽ കൂടെ പുറത്തോട്ട് വിടുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ റിലീഫാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു 3 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ സ്വയം മനസ്സിലാവും ആ ഒരു റിലാക്സേഷൻ. നല്ല റിലാക്സ്ഡ് ആവും നമ്മൾ. അതിനുശേഷം നമ്മൾ കേക്ക് ഉണ്ടാക്കിക്കോളൂ. നല്ല പെർഫെക്റ്റ് ആയിട്ട് കേക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വിശ്വാസമാണ് കേട്ടോ. നമ്മൾ വിശ്വസിക്കണം കേക്ക് ഉണ്ടാക്കാൻ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. സംശയത്തോടു കൂടി ഉണ്ടാക്കരുത്. ദൈവത്തിന്റെ സഹായം ഉണ്ടെങ്കിൽ ഞാൻ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്കാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് തന്നെ വിശ്വസിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. സംശയത്തോടെയോ നമ്മൾ ശ്രദ്ധിക്കാതെയോ ഒക്കെ ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് കേക്ക് എന്നല്ല എന്ത് സാധനമാണെങ്കിലും ശരിയാവാതെ വരുന്നത്. എനിക്ക് പല അനുഭവമുണ്ട്. അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ അത് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ ഈ ഒരു ബ്രീത്തിങ് എന്ന് പറയുന്നത് കേക്ക് ഉണ്ടാക്കാൻ മാത്രമല്ല, അല്ലാത്തുള്ള സമയങ്ങളൊക്കെ പരീക്ഷിക്കാവുന്നതാണ്. എത്ര പ്രാവശ്യം വേണേലും ചെയ്യാട്ടോ. ദിവസം മുഴുവനും ചെയ്തുകൊണ്ട് നടന്നാലും നല്ലത് തന്നെയാണ്. നമ്മളെ കറക്റ്റ് ആയിട്ടുള്ള ബ്രീത്തിങ്, നമ്മൾ അങ്ങനെയാണ് ശരിക്കും ബ്രീത്ത് ചെയ്യേണ്ടത്. കൊച്ചുകുട്ടികൾക്ക് എല്ലാം അറിയാം. നമ്മളെ കഴിഞ്ഞ നല്ല വിവരമാണ്. അവർക്കെല്ലാം അറിയാം. നമ്മൾ വിചാരിക്കും അവർക്കൊന്നും അറിയില്ല. അവർക്കാണ് നമ്മളെ കഴിഞ്ഞും അറിവുള്ളത്. പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് മൂക്കിൽ കൂടെ തന്നെ വലിച്ച് മൂക്കിൽ കൂടെ തന്നെ വിടാം. വായ തുറന്ന് വിടാനൊന്നും നിൽക്കണ്ട. അപ്പൊ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിലാക്സ്ഡ് ആവും. അപ്പൊ നമ്മൾ റിലാക്സ്ഡ് ആകുമ്പോൾ നമ്മുടെ ടെൻഷനും കുറയുമല്ലോ. അപ്പൊ എന്ത് കാര്യം നമുക്ക് ചെയ്യാനായിട്ട് ടെൻഷൻ ഇല്ലാണ്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്കും ഉണ്ടാക്കാൻ സാധിക്കും. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എല്ലാവർക്കും കേക്ക് ഉണ്ടാക്കാൻ സാധിക്കട്ടെ. ഇനിയും എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തന്നെ 9 ബേക്കിംഗ് ക്ലാസ്സുകളോളം ചെയ്തിട്ടുണ്ട്. പുതിയതായിട്ട് വരുന്നവർക്കൊന്നും അറിയില്ലായിരിക്കും. അപ്പോൾ യൂട്യൂബിൽ ചിക്കൂസ് ഡൈൻ ബേക്കിംഗ് ക്ലാസ് എന്നൊന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ബേക്കിംഗ് ക്ലാസ് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണാൻ സാധിക്കും. അതെല്ലാം ഒന്ന് എടുത്ത് കണ്ടു നോക്കുക. അതെല്ലാം കണ്ടിട്ടും സംശയം തീരുന്നില്ല, ഇതിലൊന്നും നിങ്ങളുടെ സംശയം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് ചോദിച്ചാൽ മതി. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ബേക്കിംഗ് ക്ലാസ്. അതിന് മുമ്പേ നമ്മുടെ ചിക്കൂസ് ഡൈൻ ഗിവ് അവേ നടക്കുന്നതിനെ പറ്റി അറിയായിരിക്കുമല്ലോ. അറിയാത്തവർക്ക് വേണ്ടി ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതൊന്ന് കണ്ടിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണേ. ഒരുപാട് പേര് മെയിൽ അയക്കുന്നുണ്ട്, മെയിലുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ചിക്കൂസ് ഡൈൻ ഗിവ് അവേ @gmail.com മാത്രമേ അയക്കാവുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ബേക്കിംഗ് ക്ലാസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.